തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനാകാതെ കുഴങ്ങുകയാണ് പോലീസ്. പ്രതിയായ ഹരികുമാർ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. ഉൾവിളിയുണ്ടായി, അപ്പോൾ കുട്ടിയെ കിണറ്റിലേക്കിട്ടു എന്നാണ് ഹരികുമാർ പറയുന്നത്. കുട്ടിയുടെ അമ്മയും ഹരികുമാറിന്റെ സഹോദരിയുമായ ശ്രീധുവിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന സംശയം ദൂരീകരിക്കാൻ പോലീസിന്റെ ശ്രമം തുടരുകയാണ്. കേസിൽ ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന കരിക്കകം മൂകാംബിക മഠം ജോത്സ്യൻ എസ് പ്രദീപ് കുമാറിനെ ബാലരാമപുരം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്ന് ദേവിദാസൻ പറഞ്ഞു. ഹരികുമാറിന്റെ കുടുംബമായി ബന്ധമൊന്നുമില്ല. ഹരികുമാർ കുറച്ചുനാൾ ഇവിടെ കോവിഡിന് മുമ്പ് കുറച്ചുനാൾ ഇവിടെ ജോലിക്ക് നിന്നു, അത് മാത്രമേ. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന ശ്രീധുവിനെ ഇന്നലെ രാത്രിയാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത്. 36 ലക്ഷം രൂപ ജോത്സ്യന് നൽകിയെന്ന മൊഴി ശ്രീധു ആവർത്തിച്ചു. ഇതും ദേവിദാസൻ നിഷേധിക്കുകയാണ്. ഈ പരാതി വായിച്ചു കേട്ട സമയത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞതാണ്, പലതവണയായി വാങ്ങുമ്പോൾ ഒരു തവണയെങ്കിലും ഒരു തെളിവുണ്ടാകണമല്ലോ, എന്തെങ്കിലും തെളിവ്, അല്ലെങ്കിൽ ഫോണിലൂടെ ഒരു മെസ്സേജ്, എന്താ നിങ്ങൾ വാങ്ങിച്ച പൈസ തിരിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ സാർ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.